Hello everyone, welcome to Delicious Recipes. ഇന്ന് മുരിങ്ങയ്ക്ക തോരനാണ് ഞാൻ തയ്യാറാക്കുന്നത്. സാധാരണ തോരൻ ചെയ്യുന്നതിൽ നിന്നും ഒരു ചേരുവ ഞാൻ അധികമായിട്ട് ഇതിൽ ചേർത്തിട്ടുണ്ട്. ആ ഒരു ചേരുവ കൂടി ചേരുമ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്ക തോരൻ്റെ രുചി ഇരട്ടിയാവും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആദ്യം ഞാനിവിടെ ഒരു കടായിൽ 4 മുരിങ്ങയ്ക്കയും കുറച്ച് സവാളയും കറിവേപ്പിലയുമാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഒരു സവാളയുടെ 1/4 ഭാഗമാണ് ഇപ്പോൾ ചേർത്തത്. അതുപോലെ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയുമാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഇപ്പോൾ ഏറ്റവും കൂടിയ തീയിലാണിത് വെച്ചിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണിത് വേവിച്ചെടുക്കുന്നത്. ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടമാകും. ഇപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. മുരിങ്ങയ്ക്ക ഒരുവിധം വേവായി വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റാണ് ഇപ്പോൾ ചേർക്കുന്നത്. മറ്റൊന്നുമല്ല, ഒരു തക്കാളിയുടെ പകുതിയാണ് ഇപ്പോൾ ചേർത്തത്. ഇപ്പോൾ ചേർത്ത ഈ പകുതി തക്കാളിയും കൂടി ആവുമ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്ക തോരൻ്റെ രുചി അങ്ങ് ഇരട്ടിയാകും. ഇനി ഞാനിത് വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ്. ഇനി മുരിങ്ങയ്ക്ക ഇവിടെ വേവായോ എന്നൊന്ന് ചെക്ക് ചെയ്യുവാണ്. ഇതുപോലെ സ്പൂൺ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇതിപ്പോൾ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പാണ് ചേർക്കാനുള്ളത്. അതിനുവേണ്ടി 1/2 കപ്പ് തേങ്ങയാണ് ഞാനിപ്പോൾ എടുത്തത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ചേർക്കുന്നത്. ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഈ ഒരു പരുവത്തിലാണ് ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തത്. കൂടുതൽ അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഈ അരപ്പിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കണം. ഇതിപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ അടച്ചു വയ്ക്കുകയാണ്. ഈ അരപ്പിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തിടുകയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഞാൻ അല്പം വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ കുറച്ച് സവാളയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന തോരനിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ തോരനിലേക്ക് ഇത് ചേർക്കുകയാണ്. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് നമുക്കിത് അടച്ചു വയ്ക്കാം. വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇതിൽ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് 15 മിനിറ്റോളം അടച്ചു വയ്ക്കുന്നത്. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ മുരിങ്ങയ്ക്ക തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി അറിയിക്കണം. ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള പൊതിച്ചോറിൻ്റെയും നാടൻ മത്തിക്കറിയുടെയൊക്കെ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ റെസിപ്പികളൊക്കെ ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് എന്നുള്ള ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.